ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. അധികം കുണ്ടാമണ്ടികളൊന്നും ആവശ്യമില്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക്. ഉടുപ്പൊക്കെ മാറാൻ പോകുന്നതിന് മുന്നേ തന്നെ ലിപ് ബാം എടുത്ത് തേച്ചേക്കണേ, മറക്കല്ലേ. സോ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അധികം കോക്കറി കാണിക്കേണ്ടത് ഞാൻ എന്നോട് തന്നെ പറയുന്ന ദൃശ്യങ്ങളാണ്. ഇനി ഓടിപ്പോയി ചറ പറ എല്ലാ വേണ്ട സാധനങ്ങളും പെറുക്കി കട്ടിലോട്ട് അങ്ങ് നിരത്തുക. ഇനി വേഗം പോയി ഉടുപ്പ് മാറിയിട്ട് വാ. ചെല്ല്. നിങ്ങളുടെ സെറ്റാണോ? എന്റെ ഷോർട്സ് ചേരുന്നില്ല, ഞാൻ മാറ്റിയിട്ട് വരാം. അങ്ങനെ ഏറെ നേരത്തെ മുങ്ങിത്തപ്പലിന് ശേഷം ഞാൻ പിന്നെ ഒരു ട്രൗസറും കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് തുടങ്ങാം. ആദ്യം ബ്രോ ഒന്ന് കോംബ് ചെയ്ത് വൃത്തിയാക്കുക. എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രോ ഫില്ലറോ എന്ത് ബ്രോ പ്രോഡക്റ്റ് കയ്യിലുണ്ടെങ്കിലോ അതെടുത്ത് നല്ലപോലെ ബ്രോ ഫില്ല് ചെയ്യുക. ഒത്തിരി ഡ്രമാറ്റിക് ആയിട്ട് ഫില്ല് ചെയ്ത് കഥകളി ആവരുത്. അതുപോലെ തന്നെ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കരുത്. ബ്രോ ചെയ്തതിന് ശേഷം നല്ല വൃത്തിക്ക് ബ്രോ കോംബ് ചെയ്ത് ഒതുക്കി വെച്ച് നല്ലപോലെ കണ്ണാടിയിൽ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. അപ്പൊ നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പ് തോന്നും. ഇനി അവനവനോട് തന്നെ പറയുക, ഈ വെട്ടും കുത്തും കുരുവും പാടും ഒക്കെ അടിപൊളിയാണ്, അതൊന്നും ഞാൻ മറക്കത്തില്ല, അതെല്ലാം ഞാൻ ഷോ ഓഫ് ചെയ്യും. ഇനി മോയ്സ്ചറൈസർ എടുത്ത് ആവശ്യമുള്ള സ്ഥലത്ത് മോയ്സ്ചറൈസ് ചെയ്യുക. ടേക്ക് യുവർ ഐലാഷ് കേളർ, കേൾ യുവർ ഐബ്രോസ്, ടേക്ക് യുവർ മസ്കാര, പുട്ട് യുവർ മസ്കാര ആൻഡ് ഫീൽ ബ്യൂട്ടിഫുൾ ഇൻസൈഡ് ഔട്ട്. എന്റെ ഫേവറേറ്റ് പാട്ട് എത്തിയേ. ഇത് ഞാൻ വേറൊരു പ്രോഡക്റ്റും റെക്കമെൻഡ് ചെയ്യത്തില്ല കേട്ടോ. ഈ ബെനേറ്റിന്റെ ടിന്റ് ഇല്ലേ, ഇത് ഒരെണ്ണം മേടിച്ച് ഇങ്ങനെ മുഖം മുഴുവൻ അങ്ങ് വാരി പൊത്തി ഒരു ബ്രഷോ കൈകൊണ്ടോ ഒക്കെ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു 100 ലിറ്റർ വെള്ളം കുടിച്ച ഒരു ഫ്ലഷ്ഡ് ഔട്ട് ലുക്ക് കിട്ടും. കിട്ടിയില്ലെങ്കിൽ സാരമില്ല, കയ്യിലുള്ളത് കൊണ്ട് ഒപ്പിക്കാൻ നോക്കുക. ഇനി കുറച്ച് ഐഷാഡോ ഇട്ടാലോ. എനിക്ക് ഐഷാഡോ ഭയങ്കര ഇഷ്ടമുള്ള ആളല്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ ഒരു ന്യൂട്രൽ ഷെയ്ഡ് എനിക്ക് പറ്റിയത് കണ്ടുപിടിച്ചത്. അത് ഞാൻ വെറുതെ വാരിപ്പൊത്തും. അപ്പൊ എനിക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നും. നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ണാടി നോക്കിയിട്ട് സ്വന്തമായിട്ട് അഭിമാനിക്കുക. ഇനി നമ്മുടെ സുന്ദരമായ ചുണ്ടുകളിൽ ഒരു താജ്മഹൽ പണിയാം. വേഗം പോയിട്ട് ഒരു നാപ്കിൻ എടുത്തുകൊണ്ട് വന്നിട്ട് എക്സസ് ആയിട്ടുള്ള ലിപ് ബാം അങ്ങ് ഒപ്പിയെടുത്ത് കളയുക. എന്നിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്ന നിങ്ങളുടെ എവ്രിഡേ ഒരു ലിപ്സ്റ്റിക് ഉണ്ടാവുമല്ലോ, അതെടുത്ത് അങ്ങ് തേച്ചങ്ങ് പിടിപ്പിക്കുക. ഞാൻ ലിപ് ലൈനർ ഇടാറില്ല കേട്ടോ. എനിക്ക് പന്നി ഉമ്മച്ച ലുക്കാണ് ഇഷ്ടം. ഡാർക്ക് ബ്രൗൺ ഐ പെൻസിൽ എടുത്തിട്ട് കണ്ണിന് താഴെ ഒന്ന് വരച്ചു. ഇനി ചെറുതായിട്ടൊന്ന് പുളകിതയാവാം. ലിപ് ലൈനർ ഒക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ എനിക്കൊരു ഡ്രമാറ്റിക് ഫീൽ വരുവേ. എനിക്കിതാ ഇഷ്ടം. ടൈം ടു ഹൈലൈറ്റ് അവർ ഫേസ്. ഇത് മാക്കിന്റെ ഗ്ലോബൽ ഗ്ലോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഞാൻ എൻ്റെ കല്യാണത്തിന് മേടിച്ചതാണ്. ഇതിന്റെ സെക്കൻഡ് പർച്ചേസ് ആണ്. മറ്റേത് എക്സ്പയറി കഴിഞ്ഞതുകൊണ്ട് വേറെ മേടിച്ചതാണ്. ദിസ് ഈസ് അമേസിംഗ് ഫോർ മൈ സ്കിൻ ടോൺ. ഇനി ഒരു തടി വെച്ചിരിക്കുന്ന കുട്ടിയുടെ ദീനരോധനമാണ്. കോളർ ബോൺ കാണാനില്ല, അതുകൊണ്ട് ഇല്ലാത്തത് ഉണ്ടാക്കി ഞാനത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതൊക്കെ ചെയ്യണം കേട്ടോ. ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? കമ്മല് മാറ്റണോ വേണ്ടയോ എന്ന ഒരു കുലങ്കഷമായ ഡിസ്കഷൻ ഞാൻ എന്നോട് തന്നെ നടത്തി. മാറ്റുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി നമുക്ക് പശു നക്കിയ പോലെ മുടി കെട്ടാം. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇത് കെട്ടുമ്പോൾ ആൾക്കാർ എന്നെ കളിയാക്കുമായിരുന്നു. ഇപ്പൊ ഇത് ട്രെൻഡാണ്. ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ കാലത്തിന് മുന്നേ നടന്നവളാണ്. ഞാൻ മൊട്ടത്തല എന്തെങ്കിലും ഒരു കറുത്ത സാധനം എടുത്തിട്ട് അങ്ങ് മറക്കുക. എല്ലാം കഴിഞ്ഞ് ഞാൻ ഐലൈനർ എടുത്ത് കണ്ണിന് 2 വാല് വരച്ചു. അപ്പോൾ ഒരു സംതൃപ്തി കിട്ടി. അപ്പൊ കാര്യങ്ങൾക്കെല്ലാം ഒരു നീക്കുപോക്കായാലും. ഇനി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. ബൈ ബൈ.